അതൊരു മുഅ്മിനായ മനുഷ്യൻ റസൂലുള്ളാഹിനോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ പ്രഖ്യാപന വാക്കാണത്. ഒരു മുഅ്മിനായ മനുഷ്യന് റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അങ്ങേയറ്റെത്തിയൊരു വാക്കാണ്. നബിയെ, നിങ്ങളെൻ്റെ ഉപ്പയാണ്. അന്ത ഉമ്മുൻ അം അബു, എൻ്റെ വാപ്പയോ ഉമ്മയോ ആണ്. അല്ല 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 മാറൈന ഫീഹിമാ മിസ്ല ഹുസ്നിക്, നിങ്ങളുടെ ഹുസ്ന് പോലത്തെ ഒരു ഹുസ്ന് എൻ്റെ ബാപ്പ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല, എൻ്റെ ഉമ്മ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. അതിനേക്കാളും വലുതാണ് നിങ്ങൾ എന്ന് പൊന്നാര നബിയോട് ഒരു മുഅ്മിനായ മനുഷ്യൻ പറയുന്ന വാക്കാണ്. ഇതിനെ വഹാബിക്ക് എതിർക്കാൻ കഴിയും, കാരണം അയാൾക്ക് അങ്ങനെ ഉണ്ടാവില്ല, നമുക്കങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഖുർആനാണ് ഞങ്ങൾക്കതിന് തെളിവ്. ഈ വരിയെ നമ്മൾ പ്രശംസിക്കാൻ വേണ്ടത്, ഇത്ര നല്ല സുന്ദരമായൊരു കവിതയെ, അതിൻ്റെ ആശയത്തിന് തെളിവ് വിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹു തആല പറയാണ്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ടവർ. അവരെ ബാപ്പയേക്കാൾ, അവരെ ഉമ്മയേക്കാൾ, കുല്ലിങ്കാൻ ആബാവുക്കും വാബനാവുക്കും വാശീറത്തുക്കും എന്ന് പറഞ്ഞിട്ട് 12 കാര്യങ്ങൾ അള്ളാഹു എണ്ണി പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അത് പ്രിയങ്കരമായാൽ നിങ്ങൾ ശിക്ഷയെ ഭയപ്പെടണമെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. ഈ സ്നേഹമാണ് അന്ത ഉമ്മുൻ അമ്മബു. രണ്ടാമത് പറയുന്നത് എന്താ? അന്ത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. അതിൽ പറയുന്നത് നബി അന്ത മുൻജീനാ ഗദൻ. അതാണ് വഹാബികൾക്ക് ഭയങ്കര ഇടങ്ങേറുണ്ടാക്കുന്ന വേറെ ബൈത്ത്. പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുന്നത് നിങ്ങളാണ് നബിയെ, മിൻ ശഫാഅതിക, നിങ്ങളുടെ ശഫായത്തിനാൽ. ശഫായത്തിന് പൊതുവേ നീരസാണ് വഹാബികൾക്ക്. എന്നാൽ ശഫായത്തിൻ്റെ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയൊക്കെ ശഫായത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, ശഫായത്ത് ഉപയോഗിക്കുമെന്നതിൻ്റെ 5 ഇനം ശഫായത്തുകൾ വളരെ വിശദമായി ഇമാം ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ, ഇമാം മുസ്ലിമിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം നബവിയും മറ്റും നടത്തുന്നുണ്ട്. അതിലൊന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, വാന ഉദ്ഖിലുഹുമുൽ ജന്ന, എൻ്റെ ഉമ്മത്തിലെ പരമത്തമ്മാടികൾ ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ കബീറത്ത് ചെയ്യുന്ന ആളുകളെ പോലും എൻ്റെ ശഫാഅത്ത് ഞാൻ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കും. വ ഉദ്ഖിലുഹുമുൽ ജന്ന, ഞാൻ അവരെ സ്വർഗ്ഗത്തിൽ കടത്തും. വ ഉഖ്രിജുഹും മിനൻ നാരി, ഞാൻ അവരെ തീയിൽ നിന്ന് നരകത്തിൻ്റെ കട്ടയായി മാറിയ തീക്കട്ടയായി മാറിയ ആ ആളുകളെ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ മാഉൽ ഹയാത്തിൽ മുക്കി ജീവൻ വെപ്പിച്ച് ഞാൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ പ്രയോഗിച്ചത് വ അന, ഞാൻ പുറപ്പെടുവിക്കും. വ അന ഉദ്ഖിലു, ഞാൻ പ്രവേശിപ്പിക്കും സ്വർഗ്ഗത്തിൽ, ഞാൻ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുമെന്നാണ്. ഇമാം മുസ്ലിം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ശഫാഅത്തിന് സ്വഹാബത്ത് ചോദിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളുള്ള ഹദീസുകൾ ധാരാളം ശേഖരിച്ച ഒരു ചെറിയ കിതാബ് അൽ മുന്തഖബാത്ത് മിൻ നുക്കാത്ത് സഹീഹ് മുസ്ലിം വ ശറഹ് നബവി, ഇമാം നബവിയുടെ ശറഹ് മുസ്ലിമിൽ നിന്നും ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകൾ, സുന്നത്ത് ജമാഅത്തിന് ദലീലായി വരുന്ന ഹദീസുകൾ സമാഹരിച്ച ചെറിയൊരു പുസ്തകം, 100-200ഓളം പേജുകളുടെ ഒരു പുസ്തകം, ഒരു അറബി കിതാബ്, മുസ്ലിംമാർക്ക് നന്നായി ഉപകാരപ്പെടും. ഏതാണ്ട് ഹദീസുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിവിടെ സ്റ്റാളിൽ ലഭ്യമാണ്, വേണ്ട ആളുകൾ അത് കൈവശപ്പെടുത്തുക. അതാണ് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചെയ്തിരിക്കുന്ന, നബിയെ നിങ്ങളെ ശഫാഅത്ത് എനിക്ക് തരണം. അങ്ങനെ ആരെങ്കിലും സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ടോ? വഖദ് ഉസ്തുഫീല, അത് പരക്കെ പരന്നിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹിനോട് അത് ചോദിക്കൽ വ്യാപകമായിട്ടുണ്ട് എന്നതിനുണ്ട്. എന്ന് ഞാൻ ചുരുക്കുകയാണ്. റസൂലുള്ളാഹിനോട് ശഫാഅത്തും ഹൗദുൽ കൗസറൊക്കെ ചോദിക്കുന്ന വരികളാണ്. രണ്ടാമത്തെ വരി കഅബുൽ അഹ്ബാർ തങ്ങളെ തൊട്ട് ധരിക്കപ്പെടുന്ന വരിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് വന്ന വളരെ പ്രസവവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആ സംഭവങ്ങൾ മുഴുവനും അതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ നീണ്ട ഹദീസ്, ബഹുമാനപ്പെട്ട അബൂ നുഐം തൻ്റെ ദലായിലുൻ നുബവയിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഖസായിസുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീബി കണ്ട ഒരുപാട് സംഭവങ്ങളാണ്
അതിലുള്ളത്, അതിന് ശേഷമുള്ള ഹദീസിലുമുള്ളത് അതൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട റഷീദ് സാദി. ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അഥവാ സാബ തടാകം വറ്റി വരേണ്ടത്, അതുപോലെ തന്നെ കിസ്ര കൈസർ പൊട്ടി പൊളിഞ്ഞത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട റഷീദ് സാദി ഉദ്ധരിക്കും. അതുപോലെ തന്നെ മങ്കൂസ് മൗലൂദിലുള്ള ബൈത്തുകൾ വരെ അങ്ങ് തുടങ്ങി തനക്കസ്ത മഖ്ലൂബം ഫമാദാക കുല്ലന أذاك صفيه أن تنكست للعتب فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلبي عن الذنب وإن كنت مغلوبا ونكست صاغرا فما أنت في اللوثان بسيد الرب എന്ന് തുടങ്ങുന്ന ആ ബൈത്തും ഹദീസും മുഴുവനും, അത് മുഴുവൻ ഹദീസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനും അൽ ബിദായത്ത് വന്നിഹായിലുണ്ട്. അത് ഖുറൈശികൾ ഒരുമിച്ച് കൂടിയിട്ട് പാടിയതാണ്. നോക്കൂ നിങ്ങൾ, അൽ ബിദായത്ത് വന്നിഹായ ഉദ്ധരിക്കുകയാണ്. അന്ന നഫറം മിൻ ഖുറൈശിൻ, ഖുറൈശികളിലൊരു സംഘം. അന്ന നഫറം മിൻ ഖുറൈശിൻ എന്നേ മൗലൂദ് കിതാബിലുള്ളൂ. അത് ആരാന്നും കൂടി കിതാബിൽ പറയുന്നുണ്ട് അൽ ബിദായത്ത് വന്നിഹായിൽ. മിൻഹും വറഖത്ത് ബിൻ നൗഫൽ ഉണ്ട്, അതുപോലെ തന്നെ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ ഉണ്ട്, അബ്ദുല്ലാഹി ബിൻ ജഅ്ശ് ബിൻ റിആബ് ഉണ്ട്, ഉസ്മാൻ ബിൻ ഹുവൈരിസ് ഉണ്ട്. കാനൂ ഇൻദ സനമില്ലഹും, അവരുടെ ബിംബത്തിൻ്റെ അടുത്ത് അവരിയ്ക്കുകയാണ്. എജ്തമയൂനയിലേക്ക് അതിലേക്ക് ഇങ്ങനെ ബിംബത്തിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ ആ ദിവസം അവർ ആ ദേവൻ്റെ ഉത്സവമായിരുന്നു, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാനു യുഅല്ലിമൂനഹു വയൻഹറൂനഹു ലഹുൽ ജസൂറ, അതിൻ്റെ ബഹുമാനാർത്ഥം അവർ ഒട്ടകത്തെ ഇറക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഭജനമിരിക്കും, ഈത്തിക്കാഫിരിക്കും. അങ്ങനെ ആ ദിവസം അവർ രാത്രി അവിടെ വന്നപ്പോൾ ബിംബങ്ങളെല്ലാം തലകുത്തി വീണിട്ടുണ്ട്. ഫറഔഹു മഖ്ബൂബൻ അലാ വജ്ഹി, അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. ഫാങ്കറു ദാലിക ഫഖദൂഹു ഫറദ്ദൂഹു ഇലാ ഹാലി, അവർ ബിംബത്തെ ശരിക്കും നിർത്തി. രണ്ടാമതും കുറച്ച് കഴിഞ്ഞപ്പോൾ ബലം അനിങ്കലബങ്കിലാവൻ, പിന്നെ അത് മറിഞ്ഞു വീണു. വീണ്ടും അതിനെ ശരിയാക്കി, വീണ്ടും അതിനെ മറിഞ്ഞു വീണു. അപ്പം ശരിയാക്കുന്ന സമയത്ത് ഉസ്മാൻ ബിൻ ഹുവൈരിസ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, ഇതെന്താ സംഭവിച്ചത്? മാലഹു ഖദ് അക്സറ തനക്കുസ്, എന്താണിതിങ്ങനെ തങ്കീസാകുന്നത്? മങ്കൂസ്, അതിങ്ങനെ തലകുത്തി വീണെന്താ? ഇന്നഹാദാലി അംറിൻ ഖദ് ഹദസ, ഇതെന്തോ ഒരു പുതിയ സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഇങ്ങനെ ബിംബ തലനിർത്തി പോവില്ല. വദാലിക ഫിൽ ലൈലത്തില്ലത്തി ഉലിദ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹി ജനിക്കുന്ന രാത്രിയിലായിരുന്നു. ഫജഅല ഉസ്മാൻ യഖൂലു, ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്നാർ പാടാൻ തുടങ്ങി. അയാസനമല്ലീദില്ലദീ സഫഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി, ഒരുപാട് ദൂരത്തുനിന്നും അടുത്തുനിന്നും ഒക്കെ വലിയ വലിയ പ്രമാണികളൊക്കെ വന്നിരിക്കുന്ന ഈ ഉത്സവം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉത്സവത്തിൻ്റെ ഉടമയായ ദേവനെ, തനക്കസ്ത മഖ്ലൂബൻ, നീ എന്താ തലകുത്തി വീണുപോയത്? ഫമാദാക, എന്തുകൊണ്ടാണത്? കുല്ലനാ, ഞങ്ങളോട് പറഞ്ഞു തരി എന്താ വീണത് എന്ന്. അല്ലാകാ സഫീഹുൻ അം തനക്കസ്ത ലിൽ അതബി ഫഇൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂഉ ബിഇഖ്റാരിൻ വനൽബി അനിൽ ദംബി, ഞങ്ങൾ വല്ല തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾ അത് ഏറ്റു പറഞ്ഞ് ഞങ്ങൾ തൗബ ചെയ്തോളാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മറന്നു വീഴുന്നത്? ഫഇൻ കുന്ത മഗ്ലൂബൻ വനുക്കിസ്ത സാഗിറ, നിങ്ങൾക്ക് സ്വയം നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ഞങ്ങളെ തെറ്റുകൊണ്ടൊന്നുമല്ലേ. ഫമാ അൻത ഫിൽ ഔസാനി ബിസയ്യിദിർ റബ്ബി, ഞങ്ങളെ തെറ്റുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ തൗബ ചെയ്തോളാം. ഇനിയല്ല നിങ്ങൾക്ക് സ്വയം നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് റബ്ബാ? ഫമാ അൻത ബിർ റബ്ബി ബിസയ്യിദിർ റബ്ബി, നിങ്ങൾ റബ്ബും അല്ല സയ്യിദും അല്ല, പൊട്ടനാ നിങ്ങള്. അപ്പം ബിംബം മറുപടി പറഞ്ഞു. ഖാല, അൽ ബിദായത്ത് വന്നിഹായ ഉദ്ധരിക്കുകയാണ്, മഹാനായ ഇമാം സുയൂത്തി ഖസായിസിൽ ഉദ്ധരിക്കുകയാണ്. ഫഅഖദുസ്സനം, അവർ ബിംബത്തെ പിടിച്ചു. ഫർദുഹു ഇലാ അലി, ഇതൊക്കെ പറഞ്ഞിട്ട് ബിംബത്തെ നേരെ നിർത്തി. ഫലമ്മസ്തവ, ബിംബം ശരിയായി നിന്നപ്പോൾ ഹത്തഫ ബിഹിം ഹാത്തിഫും മിനസ്സനം, ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അശരീരി കേട്ടു. ബിസൗത്തിൻ ജഹീരിൻ, വളരെ ഉച്ചത്തിലുള്ള ശബ്ദം. വഹുവ യഖൂലു, ആ ശബ്ദത്തിൽ ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് എന്താണെന്നറിയോ? തറദ്ദാലി മൗലൂദിൻ അനാറത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റുബി. തറദ്ദാലി മൗലൂദിൻ, ഒരു കുട്ടി വന്നത് കൊണ്ടാണ് ഞങ്ങൾ വീഴുന്നത്. ആരാണ് ആ കുട്ടി എന്നറിയുമോ? അനാറത്ത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർള്, ലോകത്തെ എല്ലാ പ്രകാശങ്ങളും ആ പ്രകാശം കൊണ്ട് കെട്ടുപോവുകയാണ്, അതുകൊണ്ട് ലോകം മുഴുവനും വിറകൊള്ളാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു കുട്ടി വന്നത് കൊണ്ടാണ്. ലോകത്തുള്ള സർവ്വബിംബങ്ങളും തലകുത്തി വീഴുന്നുണ്ട്. എല്ലാ രാജകൊട്ടാരത്തിലെ രാജാക്കന്മാരും അവരുടെ കൊട്ടാരങ്ങളും വിറകൊള്ളുന്നുണ്ട്. വനാറൂ ജമീഉൽ ഫുർസി,
ഖദ് ബാഖത് വഅലമത് വഖദ് ബാതശാഹുൽ ഫുർസി ഫീ അലമിൽ ഖുർബി. പേർഷ്യയിലുള്ള മുഴുവൻ തീകളും കെട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പല കൊട്ടാരങ്ങളുടെ വലിയ വലിയ കൊട്ടാരങ്ങളുടെ ബിൽഡിങ്ങുകളും തലകുത്തി വീണുപോയിട്ടുണ്ട്. വസുദ്ദത് അനിൽ കുഹാനി ബിൽ ഗൈബി ജിന്നുഹാ ഫലാ മുഖ്ബിറുൻ അൻഹും ബിൽ ഹഖിൻ വലാ കദിബി. എല്ലാ ജ്യോത്സ്യക്കാർക്കും അവർക്ക് പരോക്ഷമായി കിട്ടുന്ന പൈശാചികമായ ഉത്ബോധനങ്ങളെല്ലാം കട്ട് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഓ ഫയാല ഖുസൈൻ, ഇവിടെ എൻ്റെ ചുറ്റത്ത് ഒരുമിച്ച് കൂടിയ ഖുസൈ ഗോത്രക്കാരെ, ഇർജിഉ അൻദലാലിക്കും, മടങ്ങിക്കോ, നിങ്ങൾ ബിംബത്തെ ആരാധിക്കണ്ട. ഫയാല ഖുസൈൻ ഇർജിഉ അൻദലാലിക്കും വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹബി എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ജനിച്ചന്ന് തലകുത്തി വീണ ആ ബിംബങ്ങളുടെ ഉള്ളിൽ നിന്ന് അശരീരിയായി കെട്ടുവെന്ന് പറയുന്നത് മങ്കൂസ് മൗലൂദിൽ കാണുമ്പോൾ പരിഹസിക്കുന്ന വഹാബികളെ, ഇത് ഹാഫിദ് സുയൂഹ് ഇബ്നു കസീർ തങ്ങൾ തൻ്റെ ബഹുമാനപ്പെട്ട അൽ ബിദായത്ത് വന്നിഹായ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ മാസ്റ്റർ പീസ് ഗ്രന്ഥമെന്ന് എല്ലാ വഹാബികളും നമ്രശിരസ്കരായി അംഗീകരിക്കേണ്ടി വരുന്ന ബഹുമാനപ്പെട്ട കിതാബിൽ പറയുമ്പോൾ, ഹാഫിദ് സുയൂത്തി തൻ്റെ ഖസായിസുൽ കുബ്രയിൽ പറയുമ്പോൾ, പിന്നെ എവിടെയാ കഴിവ്? ഒരൊറ്റ മൗലൂദിൽ ഒരു വരി പോലും പ്രമാണത്തിന് വിരുദ്ധമായി കാണാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, പ്രവാചകനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളിൽ ചിലത് മാത്രമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മൈക്ക് അനുവദിക്കാത്തതിനാൽ ഞാൻ തൽക്കാലം സംസാരം നിർത്തുന്നതാണ്. എനിക്ക് നിശ്ചയിക്കപ്പെട്ട പരിധി കുറച്ചും കൂടിയുണ്ട് പറയാൻ. അത് റഷീദ് സൈദി പറയും, മൂപ്പർ നിശ്ചയിച്ചും കൂടി കൂട്ടിയിട്ട് പറയും. മൂപ്പരെ മൈക്ക് കനിയുകയാണെങ്കിൽ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും. എവിടെ അത് മൂപ്പർ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു. ഇനി ബഹുമാനപ്പെട്ട റഷീദ് സൈദി അവർ പറയും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഈ മഹത്തായ സദസ്സിൻ്റെ അലങ്കാരവും സുന്നത്ത് ജമാഅത്തിൻ്റെ ഹീറോയായി നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ബിദഈകളുടെ പേടി സ്വപ്നമായി മാറിയ ബഹുമാനപ്പെട്ട സലീം ഫൈലി, അതുപോലെയുള്ള പ്രഗത്ഭരായ സ്റ്റേജിലിരിക്കുന്ന എല്ലാ നേതാക്കളെ, ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ചുകൂടൽ അവൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ 250 ആളുകളുടെ ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത്ര ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലേ? അല്ല, ഏറെ വന്നില്ലെങ്കിൽ ആളുകളുണ്ടെങ്കിൽ ഒന്ന് സഹകരിച്ച് തരേണ്ടി വരും. കുറച്ച് മുത്താലിമീങ്ങളെല്ലാം ഉണ്ട്, അവർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് നമ്മളെ പോലത്തെ ആളുകളെല്ലാം കുറച്ച് വിട്ടേക്കുക. അങ്ങനെ ഉണ്ടാവില്ല, എല്ലാവർക്കും കൊള്ളൂന്നാണ് വിചാരിക്കുന്നത്. 2 ആളെ അവർക്ക് താമലസിനേന് കാഫി സലാസാന്നല്ല, 2 ആളെ ഭക്ഷണം 3 ആൾക്ക് മതിയായി ഒപ്പിക്കാൻ കഴിയും. ഞങ്ങളെ കയ്യിൽ ഉള്ളത് പറയാം, നോട്ടീസ് അടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സാലി പേസിനെ കൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യിപ്പിച്ചതാണ്. വേറെ ഒരു ഉറുപ്പ്യ ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇവിടെ നമ്മളെല്ലാവരെയും വിലക്കെടുക്കാൻ പറ്റുന്ന വലിയ വലിയ അള്ളാഹു തൗഫീഖും മദതും റഹ്മത്തും കൊടുത്ത മുതലാളിമാരുണ്ട്. നമ്മളെല്ലാവരും ഒത്തുപിടിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു 25,000 റുപ്യ മൊത്തം നമുക്കിങ്ങനെ ചിലവ് കാണുന്നുണ്ട് ഈ മേക്കിങ്ങിനായിട്ട് പോലും. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരായിട്ട് കുറച്ച് കുറച്ച് പൈസ പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് അതിന് അനുവദിച്ചൂടെ? നമുക്ക് പറയാം. അതെ അതെ, വണ്ടിയിൽ എണ്ണ തീർന്നെന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട സൂപ്പി ഹാജിക്ക 5000 രൂപ, പാലത്തായി മൊയ്തു ഹാജിക്ക 5000 രൂപ, അങ്ങനെ 2 ആളും കൂടി 10,000 റുപ്യ തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൗദിയിലുള്ള ജിദ്ദയിലുള്ള ഞങ്ങളെല്ലാവരുടെയും സുഹൃത്ത് ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബ് തില്ലങ്കേരിയും ഒരു മോശമില്ലാത്തൊരു പൈസ മൂപ്പരും തരാമെന്ന് നേരിട്ടുണ്ടത്. ഇൻഷാ അല്ലാഹ് ഇന്ന് എത്തുന്നതാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുപോലെ ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ പൈസ വരാം, മൂല്യന്മാരുടെ അടുത്തൊന്നും പാവം പൈസ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ജുനൈദ് സൈദി ഉസ്താദ് പറഞ്ഞു തുടങ്ങും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്
നമുക്ക് ആദർശം വിചാരിച്ച സുന്നത്യമായതിൻ്റെ പടപ്പോരാളി ജുനൈദ് സാരി ഉസ്താദ് 5000 റുപ്യ, അവന് 15000 റുപ്യ. ഇനി നിങ്ങളെല്ലാവരും കൂടി പൈസ തന്നാവും ഇല്ലേ? വേറെ തരാൻ ആരെങ്കിലും ഉണ്ടോ? അതാ പറയാം, അത് ശരിയാണ്. അതെ 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 പൈസ ഇല്ലാറ്റാ? അതന്നെ പൈസാധിക പ്രശ്നമാണ് ഇവിടെ. തേർലായി ദ്വീപിൽ നിന്ന് വരാത്തതുകൊണ്ടല്ലോ പൈസ ഇല്ല. ഞാൻ സുപ്രഭാതത്തിൽ പത്രം വാർത്തവരില്ലല്ലോ. ഇപ്പം ഭക്ഷണം വരുമ്പോൾ അവർ പൈസ വെക്കും. ഞങ്ങളടുത്തൊന്നുമില്ല. ഈ 10 കിട്ടിയതുണ്ട്. ഭക്ഷണം എല്ലാവർക്കും ഉണ്ടല്ലേ? എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഒന്ന് പറഞ്ഞ് ആരെങ്കിലും തരാനുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും വേണ്ടേ? 2 മിനിറ്റ് നമ്മുടെ വിഷയാവതരണത്തിന് ആ പ്രാമുഖ്യം. അൽഹംദുലില്ലാ. സൂപ്പിയാജിക്ക് ഇതാ പറയുന്ന വേണ്ടാ, ഞങ്ങൾ ആദർശം സൂപ്പിയാജിക്ക് ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഉസ്താദ് അവറുകൾ ബാക്കവി ഉസ്താദ്. വേലി തന്നെ ഞാനല്ലേ എല്ലായിടത്തും പറയുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റിൽ 100-ൽ കുറയാത്ത പൈസ മുത്താലിമീങ്ങളല്ലാത്തവരുണ്ട്. ഒരു ഉസ്താദ് അവിടെ നിന്ന് ബേക്ക് 1000 റുപ്യ വരുന്നുണ്ട്. ജുനൈദ് സാരി ഉസ്താദെ ഒന്ന് ഫോട്ടോ എടുത്തോ. എഴുതി വെക്കാൻ പെന്നും കടലാസെല്ലാം നോക്കണ്ടേ? കണ്ട ആളെ കണ്ട ബേക്കിലുള്ള ഒരു ഉസ്താദ് 1000 റുപ്യ. അത് വേറെ നമുക്ക് എന്തെല്ലാം പദ്ധതിയുണ്ട്. റബീഉൽ അവ്വൽ 1 മുതൽ അത് ഞങ്ങളെ പിന്നെ അസീസ് അഷ്റഫ് ഉസ്താദ് ഹിപ്നോട്ടിസം ചെയ്യുന്ന ഉസ്താദാണ്, മനഃശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം 1000 റുപ്യ ഇതൊക്കെ കയ്യോടെ തന്നാൽ പിരിവെടുക്കൊന്നും വേണ്ടല്ല. ശരി, അൽഹംദുലില്ലാ. നല്ല മാതൃകാപരമായ പിരിവ് കയ്യോടെ നിർത്താം. ഉസ്താദിൻ്റെ പേരൊന്ന് കൊടുത്ത് റെസീറ്റ് പഠിക്കണം. അബ്ദുറസാഖ് ഉസ്താദ് മക്കളം, പിന്നെ അസീസ് അഷ്റഫ് ഉസ്താദ്. എഴുതണ്ടല്ലേ? റെസീറ്റ് കൊടുക്കണ്ടേ? ഇനി നിസ്കാരവും ഭക്ഷണവും കഴിഞ്ഞിട്ട് തുടർ വിശദീകരണം എന്ന് പാലത്തായി മൊയ്തുവാജിക്കോ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നോ എതിരാകുന്നോ? അല്ലാഹു അക്ബർ. ഈ ചെറിയൊരു വിഷയാവതരണം ഒരു 20 മിനിറ്റ് കൊണ്ട് നിർത്തിയിട്ട് ആഫ്റ്റർ ഫുഡ് ആൻഡ് പ്രയർ ഇൻഷാ അല്ലാഹ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അല്ലേ? ബഹുമാനപ്പെട്ട നമ്മുടെ മൊയ്തു നിസാമി ഉസ്താദ് 2000 അല്ലേ? 2000 റുപ്യ. വേറൊരാൾ 500 റുപ്യ തന്നെ. അൽഹംദുലില്ലാ. ഞങ്ങൾ കണ്ണൂർ ഇസ്ലാമിക് സെന്ററിൻ്റെ SYSൻ്റെ ഈ പരിപാടി ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും നമ്മുടെ ക്ലാസ് റൂമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തകരിൽ നിന്നും പലരും എത്രയാ വേണ്ടതെന്ന് ചോദിക്കോളി എന്ന് പറഞ്ഞ് ഓഫർ ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. മൊയ്തു നിസാമി 2, ഒരാൾ 500 റുപ്യ. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിനെ പറ്റി ഒന്നും കൂടി പറയാം. ഞങ്ങൾ SKSFൻ്റെ കീഴിലുള്ള സമസ്തൻ്റെ പിന്നെ SKICR സമസ്ത ഇസ്ലാമിക് എന്ന ക്ലാസ് റൂം, ഈ ക്ലാസ് റൂം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒന്നും കൂടി പറയാം, നമ്മളെ സുന്നത്ത് ജമാഅത്തിന് നമ്മളെ സമസ്തക്ക് പ്രചരണമായി ഇത്ര വലിയൊരു മാധ്യമം നമുക്ക് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുന്നില്ല. അത്രയും വലിയ സേവനം ചെയ്തതാണ് നമ്മുടെ ക്ലാസ് റൂം. അൽഹംദുലില്ലാ. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എല്ലാവരും നമ്മുടെ പരിപാടിക്ക് ഓടിയെത്തുന്ന ആളാണ് അസീസ് യമാനി. നമ്മൾ പരിപാടി കൊടുക്കുകയാണ്. അമീർ സാഹിബ് ഇരിങ്ങല്ലൂർ, ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ ബ്ലാത്തൂർ സാഹിബ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ഉമർ കൊളത്തൂർ, അവരൊക്കെ നമുക്ക് എപ്പം വിളിച്ചാലും സപ്പോർട്ടാണ്. അതിലൂടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. ഗൾഫിലുള്ള മൈക്ക് വാങ്ങാനുള്ള പൈസ ഇതിൻ്റെ സെറ്റിൻ്റെ ചിലവല്ലേ? മൈക്ക് സെറ്റിനാ? അൽഹംദുലില്ലാ. അതൊന്ന് ചോദിച്ചു നോക്ക്. ഒരു മൈക്ക് മേടിക്കാനാണത്രേ. ഞങ്ങളത് മൈക്ക് കൊടുത്ത് നടക്കുകയാണ് വണ്ടി കെട്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ മൈക്കിൻ്റെ വാടക തരണ്ട. ഇസ്ലാമിക് സെൻ്ററിൻ്റെ പരിപാടിക്ക് വിളിച്ചാൽ അല്ലേ, പുതിയൊരു മൈക്ക് ഫുള്ളായിട്ട് ഒരാൾ വാങ്ങിത്തരികയാണ്. SYSൻ്റെ ട്രഷറർ ഉസ്മാൻ ആജിക്ക പേര് പറയാതെ 2000 റുപ്യ തന്നിട്ടുണ്ട്. അല്ല, മൂപ്പർ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. അപ്പോൾ റഷീദ് സാരി ഉസ്താദിൻ്റെ ചെറിയൊരു വിശദീകരണം കൊണ്ട് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് പറയുന്നത്. അല്ലേ? നല്ലേ. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ചോദ്യോത്തരത്തിലേക്ക് കിടക്കാം.
അതെ, ഭക്ഷണം നിസ്കാരം കഴിഞ്ഞിട്ട് ചോദ്യോത്തരം. നിസ്കാരം നമുക്ക് ഇവിടെ നിന്ന് നിസ്കരിച്ചൂടെ എല്ലാവർക്കും? അല്ലെങ്കിൽ അടുത്ത പള്ളിയുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇത് മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, കൂടുതൽ വിശദീകരിക്കേണ്ട സമയമല്ല എന്ന് ഈ സദസ്സ് നോക്കിയ ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ വിഷയാവതരണം നിർത്തുന്നതായിരിക്കുമെന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. മൗലിദിൻ്റെ ആദ്യത്തെ ഹദീസാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ഇനിയും 2ഉം 3ഉം 4ഉം ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. അതൊക്കെ വിശദമായി പറയുമ്പോൾ വലിയ സമയമെടുക്കും. സലീം ഫൈസി ഉസ്താദ് അടുത്ത ഞാൻ പറയുമെന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ സമയത്തിൻ്റെ വലിയ ഒരു വ്യത്യാസം ഉണ്ടായതുകൊണ്ട്, പ്രശ്നമുണ്ടായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഹദീസുകളിലെ സംശയങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ അത് ചോദിച്ചാൽ വിശദീകരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാനും അതിനനുസൃതമായി മറുപടി പറയാനും അതിൻ്റെ വക്താക്കൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്നീ സമയത്ത് ദുആ ചെയ്യാം. കൂടുതലായി പറയുന്നില്ല. ഈ മൗലിദിൻ്റെയൊക്കെ ഏത് വിഷയങ്ങൾ വരുമ്പോഴും ബിദഈ കക്ഷികൾ സാധാരണ ഉയർത്തുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ മാത്രമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. സാധാരണ എല്ലാ വിഷയം പറയുമ്പോഴും ബിദഈ കക്ഷികൾ പറയാറുള്ളത് അത് ബിദഅത്താണ്, ബിദഅത്താണ്, ബിദഅത്താണ്. ഇങ്ങനെ പലപ്പോഴും നമ്മളെ കിതാബുകളിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മൗലിദിൻ്റെ ഇടയിൽ നമ്മളൊക്കെ അസ്റക്കൽ ബദറു അലൈന എന്ന ദിക്ർ ചൊല്ലുമ്പോൾ അതിൻ്റെ ആ മദ്ഹ് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളൊക്കെ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ഇത് ബിദഅത്താണ് കിതാബുകളിലുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ബേജാറാകാറുണ്ട്. എന്താണ് ബിദഅത്ത്? അതിൻ്റെ സാങ്കേതികമായും ഭാഷാപരമായുമുള്ള അതിൻ്റെ പ്രയോഗവും അതിൻ്റെ അർത്ഥവും ഇത് നമ്മളിൽ പലർക്കും അറിയാമെങ്കിലും ചില ചോദ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട്. ഇങ്ങനെ കാണുന്നല്ലോ, ബിദഅത്ത് എന്ന് കാണുന്നല്ലോ, ഏത് പുത്തംവാദികൾ വന്ന് പറഞ്ഞാലും ഏത് വിഷയം എടുത്താലും ബിദഅത്ത് എന്നുള്ളൊരു ഇബാറത്ത് കൊണ്ടുവരും ചെയ്യും. പലപ്പോഴും നമ്മളൊക്കെ വിഷമത്തിലാകുന്ന പ്രശ്നത്തിലാകുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് ഇവരുടെ ഈ ചോദ്യത്തിൻ്റെ അടിത്തറ ആദ്യം പൊളിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പല കിതാബുകളിലും ബിദഅത്ത് എന്ന് കണ്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിദഅത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. സുന്നത്തിന് പല അർത്ഥങ്ങളതുപോലെ ബിദഅത്തിനും പല അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നു. ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഖുർആനിലും ഹദീസിലും ഉണ്ടോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. ഇത് സുന്നത്താണോ എന്ന് സാധാരണ ചോദിക്കും. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? നിർബന്ധം അഹ്കാമുൽ ഖംസ 5 വിധികളുണ്ട്. നിർബന്ധമുണ്ട്, സുന്നത്തുണ്ട്, ഖറാഅത്തുണ്ട്, മുബാഹുണ്ട്, ഇതെങ്ങനെ 5 വിധികളുണ്ടല്ലോ. ഈ 5 വിധികളിൽ ഏതാണ് അതിൻ്റെ ഹുക്മ് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ ഓരോ വിഷയം സുന്നത്തും ബിദഅത്തും എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ സുന്നത്തും ബിദഅത്തും എന്ന് പറഞ്ഞാൽ ആ ബിദഅത്തിന്റെ അർത്ഥം വേറെയാണ്, സുന്നത്തിന്റെ അർത്ഥം വേറെയാണ്. അവിടെ സുന്നത്ത് ബിദഅത്തിന് വിരുദ്ധമായ സുന്നത്താണ്. അല്ലാതെ നമ്മൾ സാധാരണ അഹ്കാമുൽ ഖംസയിൽ എണ്ണുന്ന അല്ലെങ്കിൽ പ്രമാണങ്ങളിലുണ്ടോ എന്ന് ചോദിക്കും. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇജ്മായിലുണ്ടോ, ഖിയാസിലുണ്ടോ, ഈ 4 ചതുർ പ്രമാണങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ സുന്നത്ത് പ്രയോഗിക്കാറുണ്ട്. അതിന്റെ സുന്നത്ത് അഹ്കാമുൽ ഖംസയിലെ സുന്നത്തല്ല, അവിടെ ഹദീസിലുണ്ടോ എന്ന അർത്ഥം. ഇങ്ങനെ പലപ്പോഴും നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പോലും സുന്നത്തിന്റെ അർത്ഥങ്ങൾ പലപ്പോഴും വ്യത്യസ്തമാണ്. അതിനൊക്കെ അതിൻ്റെ അനുസൃതമായ അർത്ഥങ്ങളാണ് നമ്മൾ നൽകാറുള്ളത്. എന്നതുപോലെ തന്നെയാണ് ബിദഅത്തിനും ഏതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നത്, അതിൻ്റെ വിപരീതമായി വരുന്നത്, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ബിദഅത്തിനും അർത്ഥം കൊടുക്കേണ്ടത്. മാത്രമല്ല ബിദഅത്ത് തന്നെ മുഹറമത്തുണ്ട്, മക്രൂഹത്തുണ്ട്, സുന്നത്തുണ്ട്, മുബാഹുണ്ട്. ഇങ്ങനെ ഒരുപാട് ബിദഅത്തുകളെ അഹ്കാമുൽ ഖംസ പോലെ തന്നെ 5 വിധികൾ പറഞ്ഞതുപോലെ ബിദഅത്തിനെയും 5 ഹുക്കുമുകളിൽ മഹാന്മാരാകുന്ന ഫുഖഹാക്കളും ഉലമാക്കളും മുഹദ്ദിസുകളും മുഫസ്സിറുകളൊക്കെയും വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം ഖുർആനിൽ തന്നെ ഫഖദ് മലത്ത് സുന്നത്തുൽ അവ്വലീൻ, അവിടെ സുന്നത്തിന് അർത്ഥം എന്താ? നിങ്ങൾക്കൊക്കെ
ശിക്ഷ വരാനുണ്ട്, പൂർവികന്മാരുടെ ശിക്ഷ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ അള്ളാഹുവിന്റെ അദാബും മിനല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. വലം തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. അവിടെ ലി സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സുന്നത്തിനെ മാറ്റൂല എന്നല്ല. അള്ളാഹു ശിക്ഷിച്ചു വരുന്ന ഒരു പ്രക്രിയയുണ്ട്, ഒരു ചെടിയുണ്ട്. പലപ്പോഴും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക എന്ന പ്രക്രിയ, അതിന് അള്ളാഹുവിന്റെ ഒരു മാറ്റവും ഇല്ല എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ ഓരോ തരത്തും സുന്നത്തിനും ബിദ്അത്തിനും മഹാന്മാരും അതുപോലെ ഖുർആനും ഹദീസും ആയത്തും ഒക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയാത്തിടത്താണ് പലപ്പോഴും ഉൾവെളിഞ്ഞു വന്നിട്ട് ഈ പുത്തൻവാദികൾ അത് ബിദ്അത്താണ് എന്ന് പലപ്പോഴും പറയുന്നത്. എന്താണ് ബിദ്അത്ത് എന്ന് മനസ്സിലാക്കിയ ഇവരുടെ ഈ ചോദ്യമൊക്കെ നഷ്ടപ്പെടും. ഒന്നും ചോദിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ മൗലിദിന്റെ ഇടയിൽ നൃത്തം ബിദ്അത്താണ് എന്ന കിതാബുകളിലുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീറത്തുൽ ഹൽബിയിൽ ബിദ്അത്തുൻ ലാ അസ്ല ലഹു, അതിന് ഒരു അസ്ലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ അപ്പുറം ബിദ്അത്തുകൾ വായിക്കുകയും ചെയ്യില്ല. അതിന്റെ അപ്പുറം ബിദ്അത്തിന്റെ അർത്ഥം എന്താണെന്നും കൂടി പറയുന്നുണ്ട്, ആ ബിദ്അത്തിന്റെ ഉദ്ദേശം എന്താണെന്നും കൂടി പറയുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാകാതെ പലപ്പോഴും നമ്മളൊക്കെ ചൂളിപ്പോകാറുണ്ട്. യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്നതിന്റെ സാങ്കേതികവും ഭാഷാപരവുമായ അർത്ഥം നമ്മൾ വളരെ അധികം കൂലങ്കുഷമായി ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ബിദ്അത്ത്? മഹാന്മാർ പറഞ്ഞു, വതുഖബലു ഷഹാദത്തു കുല്ലി മുബ്തദിഇൻ, വതുഖബലു ഷഹാദത്തു കുല്ലി മുബ്തദിഇൻ. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മിൻഹാജിന്റെ ഒരു ഇബാറത്താണ്, മുബ്തദിഇന്റെ ഷഹാദത്ത് സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞെടുത്ത് ആരാണ് മുബ്തദി എന്ന് പറയുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, ഹുവ മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി അഹ്ലുസ് സുന്നത്തി മിമ്മാ കാന അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു വമൻ ബഅദഹും വൽ മുറാദ് ബിഹിം ഫിൽ അസ്മിനത്തിൽ മുതഅഖിറ ഇമാമഹ അബുൽ ഹസനുൽ അശ്അരി വ അബൂ മൻസൂറുൽ മാതുരിദി. ബിദഈകൾ ആരാണ്? അഹ്ലുസ് സുന്നത്തിന്റെ വിരുദ്ധ കക്ഷികൾ ആരാണ്? അപ്പോൾ അഹ്ലുസ് സുന്നത്തിന്റെ ആളുകളെ മനസ്സിലാക്കാൻ കഴിയല്ലോ. ഹുവ മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി അഹ്ലുസ് സുന്ന. അഹ്ലുസ് സുന്നത്തിന്റെ ആളുകൾ ഏതൊരു നിലപാടും നയവും സ്വീകരിച്ചോ അതിന് വിരുദ്ധമായി വിശ്വസിക്കുന്ന ആളുകളാണ്. മൻ ഖാലഫ ഫിൽ അഖായിദി, വിശ്വാസപരമായി അഹ്ലുസ് സുന്നത്തിന്റെ പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് മഹാന്മാരാകുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന് വിരുദ്ധമായി വിശ്വസിക്കുന്ന ആളുകളാണ് ബിദഈകൾ. ആരാണ്? എന്താ അഹ്ലുസ് സുന്നത്ത് കൊണ്ട് ഉദ്ദേശം? മിമ്മാ കാന അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു വമൻ ബഅദഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം, അതുപോലെ മഹാന്മാരാകുന്ന സ്വഹാബത്ത് പഠിപ്പിച്ച ആശയം തീർന്നിട്ടില്ല. വമൻ ബഅദഹും, അവർക്ക് ശേഷം സലഫു സാലിഹുകൾ പഠിപ്പിച്ച ആശയം. അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ അതിന് തർക്കം വരും. അതൊന്നുകൂടി തിരിയാൻ വേണ്ടി മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ പറയാണ്, വൽ മുറാദ് ബിഹിം ഫിൽ അസ്മിനത്തിൽ മുതഅഖിറ ഇമാമഹ അബുൽ ഹസനുൽ അശ്അരി അബൂ മൻസൂറുൽ മാതുരിദി റഹിമഹുമുല്ലാഹ്. അത് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബ് അശ്അരിയാണ്. അതുപോലെ അബൂ മൻസൂറുൽ മാതുരിദി റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും ഇത്തിഫാഖോടുകൂടെ പറഞ്ഞ എന്തൊരു നിലപാടും നയവുമാണോ അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് കൊണ്ട് ഉദ്ദേശം. അപ്പൊ ഇതിനെതിരെ വിശ്വസിക്കുന്നവരാണ് മുബത്തദികൾ, അഹ്ലുൽ ബിദ്അ. ഈ നയത്തെ അംഗീകരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇതുകൊണ്ടാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല മഹാനായ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ബിദ്അകളെ സൂചിപ്പിക്കുകയും അതോടൊപ്പം സുന്നത്തിന്റെ അർത്ഥം കൂടി വ്യക്തമാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഹദീസിൽ കാണാം, അൽ ജുമഅത്തു ഇലൽ ജുമഅത്തി കഫാറ. ഒരു ജുമഅ മറ്റൊരു ജുമഅ വരെ അതുവരെ ആരെങ്കിലും തെറ്റ് പ്രവർത്തിക്കുന്നെങ്കിൽ അവർക്കൊക്കെ കഫാറത്താണ്, അത് പൊറുപ്പിക്കും. അൽ റമളാനു ഇല റമളാനി കഫാറ, ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെ ഉള്ള ദോഷങ്ങളെ പൊറുപ്പിക്കും. അത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഇല്ല സലാസ, 3 കാര്യം ഒഴികെ 3 കാര്യം അങ്ങനെ പൊറുപ്പിക്കൂല. നിസ്കാരങ്ങളെ കൊണ്ടും നോമ്പ് കൊണ്ടും പൊറുപ്പിക്കാൻ സാധിക്കൂല. അതിലൊന്ന് അൽ ഇസ്റാഖു ബില്ലാ, നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, ശിർക്കിൽ വിശ്വസിക്കുക. അൽ ഇസ്റാഖു ബില്ലാ, അല്ലാഹനെ കൊണ്ട് ശിർക്ക് വെക്കുക. ഇതാണ് ഒന്നാമത്തത്. മറ്റൊന്ന് നഖ്സുസ് സഫഖ. അതിന് മഹാന്മാർ വ്യാഖ്യാനം കൊടുത്തത്, ഒരു ഭരണാധികാരിയെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് എന്നിട്ട് അതിന് ശേഷം പോയിട്ട് ഭരണാധികാരിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക. മൂന്നാമത്തത് അൽ ഖുറൂജ് മിനൽ ജമാഅ, തർക്കു സുന്ന, സുന്നത്തിനെ ഉപേക്ഷിക്കുക. ഈ 3 തെറ്റുകൾ ആർക്കെങ്കിലും വന്നുവോ അവർക്ക് ജുമഅ കൊണ്ടോ നിസ്കാരങ്ങളെ കൊണ്ടോ ഇബാദത്തുകളെ കൊണ്ടോ ദോഷം പൊറുക്കൂല.
അവിടെ തർക്കു സുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാർ അതിനെ വ്യാഖ്യാനിച്ചു അൽ ഖുറൂജ് മിനൽ ജമാഅ. സുന്നത്ത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നിന്ന് പുറപ്പെടലാണ്. വൽ മുറാദ് ബിഹിം അഹ്ലുൽ ബിദ്അ. മഹാന്മാർ പറയാൻ അതുകൊണ്ട് ഉദ്ദേശം ബിദ്അഈ കക്ഷികളാണ്. അവിടെ തർക്കു സുന്നത്തിന് ഹദീസിൽ വന്ന സുന്നത്ത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ തെറ്റിന് വ്യാഖ്യാനം മഹാന്മാർ പറയുന്നത് അൽ ഖുറൂജ് മിനൽ ജമാഅ, ഐക്യത്തിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങളിൽ നിന്ന് ലോക സമൂഹം വിശ്വസിക്കുന്ന വിശ്വാസ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളാണ്. അവിടെ അർത്ഥം പറഞ്ഞത് എന്താ? തർക്കു സുന്ന, സുന്നത്തിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതിന് അൽ ഖുറൂജ് മിനൽ ജമാഅ. അവിടെയും സുന്നത്തിന്റെ അർത്ഥം പോയി. അപ്പൊ എന്താണ് സുന്നത്തിന്റെ അർത്ഥം, എന്താണ് ബിദ്അത്തിന്റെ അർത്ഥം? ഇത് വിശദമായി മനസ്സിലാക്കിയാൽ ഒരു ചോദ്യം ബിദ്അ കക്ഷികളിൽ നിന്ന് വരൂല. ഞാൻ വളരെ ചുരുക്കി പറയാൻ, മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു എന്താണ് ബിദ്അത്ത് എന്നതിനെ കുറിച്ച് വളരെ വിശദമായി പറയാൻ. വൽ മുഹ്ദസാതു ബി ഫത്ഹി ദാലി ജംഉ മുഹ്ദസത്തിൻ. മുഹ്ദസാത്ത് എന്ന് പറഞ്ഞാൽ ദാലിന് ഫത്ഹ് കൊണ്ടാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയാൻ. വൽ മുറാദ് ബിഹാ, മുഹ്ദസാത്ത് എന്ന് പറഞ്ഞാൽ അഥവാ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാ ഉഹദിസ വലൈസ ലഹു അസ്ലുൻ ഫിസ് ശർഇ വയുസമ്മാ ഫിസ് ശർഇ ബിദ്അ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാ ഉഹദിസ, പുതുതായി വന്നതാണ്. പുതുതായി വന്നതൊക്കെയും അങ്ങനെയാണോ? ബിദ്അത്ത് അല്ല. വലൈസ ലഹു അസ്ലുൻ ഫിസ് ശർഇ, അവിടെ ഒരു നിബന്ധന കൊടുക്കണം. മാ ഉഹദിസ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. അവിടെയാ ബിദ്അകൾ പരാജയപ്പെടുന്നത്. എല്ലാം ബിദ്അത്താണ്. പുതുതായി വന്നതെന്താ? എല്ലാം ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാലാണ് ഹദീസ് ഓതു. അതിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് ഞാൻ ശേഷം പറയുന്നുണ്ട്. അപ്പൊ മാ ഉഹദിസ എന്നാണ് ബിദ്അകൾ പഠിച്ചു വെച്ചത്. അങ്ങനെ അർത്ഥം പറഞ്ഞുകൂടാ എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ മാ ഉഹദിസ വലൈസ ലഹു അസ്ലുൻ ഫിസ് ശർഇ, ശർഇൽ ഒരു അടിസ്ഥാനവുമില്ല, അങ്ങനെ ആയാലേ ബിദ്അത്ത് എന്ന് പറയാൻ പറ്റൂ. അല്ലാതെ പുതുതായി വന്നതൊക്കെയും ബിദ്അത്താണ് പറയുന്നത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. പ്രമാണം നിരത്തിയിട്ടാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ വിഷയം സമർത്ഥിക്കുകയും ചെയ്യുന്നത്. വൈസമ്മാ ഫി ഉർഫിശ് ശർഇ ബിദ്അ. ബിദ്അത്ത് എന്ന് പറയണമെങ്കിൽ ശറഇന്റെ സാങ്കേതിക അർത്ഥത്തിലായിരിക്കണം ബിദ്അത്ത്, അല്ലാതെ ലുഗവിയായ ബിദ്അത്തിനെ കൊണ്ടുവന്ന് ബിദ്അത്ത് എന്ന് പറയാൻ കഴിയില്ല. വമാ കാന ലഹു അസ്ലുൻ യദുല്ലു അലൈഹി ശർഉ ഫലൈസ ബിദ്അത്തിൻ. ശറഇന്റെ ഏതെങ്കിലും പ്രമാണങ്ങളാൽ ഗണ്യമാകുന്നത് അല്ലെങ്കിൽ തെളിയുന്നത് അതൊന്നും ബിദ്അത്ത് എന്ന് പറയാൻ പറ്റൂല. ഫലൈസ ബിദ്അ ഫൽ ബിദ്അത്തു, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഫി ഉർഫിശ് ശർഇ മദ്മൂമ. ശറഇന്റെ ഉർഫിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മദ്മൂമത്താണ്, അത് മോശമാണ്, അതിൽ സംശയമില്ല. എന്നാ ബിദ്അത്ത് എന്ന് കാണുന്നതൊക്കെയും മദ്മൂമത്താണോ? അല്ല, ശർഈയായ ബിദ്അത്ത് മാത്രമാണ് മദ്മൂമത്ത്, മോശമായിട്ടുള്ളത്. അല്ലാതെ ബിദ്അത്ത് എന്ന് പറയുന്നതൊക്കെയും മോശമല്ല. ചിലപ്പോൾ ലുഗവിയായ ബിദ്അത്ത് ആ അർത്ഥത്തിൽ മഹാന്മാരാകുന്ന ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ ബിദ്അത്ത് എന്ന് പറയും. അതുപോലെ ഒന്നാണ് നമ്മൾ മൗലീദിന്റെ ഇടയിൽ നിൽക്കുന്നത്. ബിദ്അത്ത് എന്ന് ചില കിതാബുകളിലുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അത് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം ലുഗവിയായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ, അഥവാ പുതിയതായതാണ്. പക്ഷേ ദീനിന്റെ പ്രമാണങ്ങൾക്കൊന്നും വിരുദ്ധമല്ലാത്തത് കൊണ്ട്, കാരണം അതിന്റെ അടിസ്ഥാനപരമായി ഇതിനെ മനസ്സിലാക്കേണ്ടത് തഅലീമൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ബഹുമാനിക്കലാണ്. അത് ശറഇന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വന്നതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശറഇന്റെ അസലിനോട് വിരുദ്ധമല്ല, മുഖാലിഫല്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ് പറയുമെങ്കിലും അത് ബിദ്അത്തുൻ ഹസനത്താണ്. അതാരാ പറയുന്നത്? മഹാനായ ബഹുമാനപ്പെട്ട ഇആനത്തു ത്വാലിബീനിൽ മഹാൻ രേഖപ്പെടുത്തുകയാണ്. ഫായിദത്തുൻ ജറത്തിൽ ആദത്തു അന്നന്നാസ ഇദാ സമിഉ ദിക്റ വലഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമൂന തഅലീമൻ ലഹു വഹാദൽ ഖിയാമു മുസ്തഹ്സനുൻ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോൾ ഫവലദത്തിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ ശറഫൽ അനാമിലെ ആദ്യത്തെ ഹദീസ് ഓതിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുന്നത് അങ്ങനെയല്ല. ശേഷം വരുന്ന അസറക്കൽ ബൈത്ത്, അസറക്കൽ ബദ്റു അലൈന എന്ന് തുടങ്ങുന്ന ആ ഗാനം, ആ പാട്ട്, ആ മദ്ഹ് വരുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നാൽ അങ്ങനെ തന്നെ എഴുന്നേറ്റ് നിന്നാൽ പോലും റസൂലുള്ളാഹിന്റെ പ്രസവ സമയത്തെ ഓർമ്മിപ്പിക്കുന്ന ഹദീസുകൾ കേൾക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നാൽ പോലും തെറ്റല്ല എന്നാണ് ഇആനത്തു ത്വാലിബീനിൽ, അതുപോലെ സീറത്തുൽ ഹൽബിയിലൊക്കെ വളരെ വ്യക്തമായി പറയാൻ. വഹാദൽ ഖിയാമു മുസ്തഹ്സനുൻ, ഇത് ഹസനാണ്, നല്ലതാണ്, സുന്നത്താണ്. മുസ്തഹ്സൻ എന്ന് പറഞ്ഞാൽ, ഹസനി എന്ന് പറഞ്ഞാൽ നദിബിന്റെ മുതറാദിഫായ, സുന്നത്ത് എന്നതിന്റെ മുതറാദിഫായ പദമാണെന്ന് മഹാനായ ജമ്മുൽ ജബാമിയിലൊക്കെയും മഹാന്മാരൊക്കെ ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും വ്യക്തമാക്കുന്നുണ്ട്. എന്താ മുസ്തഹ്സൻ എന്ന് പറയാൻ കാരണം? ലിമാ ഫീഹി മിൻ തഅലീമിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഇതിൽ റസൂലുള്ളാഹിനെ ബഹുമാനിക്കലുണ്ട്. അത് റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം എന്നുള്ളത് ലോകത്തെ ഒരു പ്രമാണങ്ങൾക്കും വിരുദ്ധമല്ലല്ലോ, അതിന് അനുകൂലമാണല്ലോ. അതുകൊണ്ട് ഇത് മുസ്തഹ്സനാന്ന് പറയണം.
മാത്രമല്ല മഹാനായ സീറത്തുൽ ഹൽബിയിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു ബുർഹാനുദ്ദീൻ അൽ ഹൽബി റളിയല്ലാഹു അൻഹു പറയാണ് വമിനൽ ഫവായിദി അന്നഹു ജറത് ആദത്തു കസീറൻ മിനൻ നാസി ഇദാ സമിഉ ബിദിക്രി വലഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖൂമു തഅലീമൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാദൽ ഖിയാമു ബിദ്അ. ഇങ്ങനെ നിൽക്കൽ ബിദ്അത്താണ്. ആര് പറയുന്നത്? സീറത്തുൽ ഹൽബിയിൽ ബഹുമാനപ്പെട്ടവർ പറയാണ് ലാ അസ്ല ലഹ, അതിനൊരു അസ്ലും ഇല്ല, ലാകിൻ ഹിയ ബിദ്അത്തുൻ ഹസന, ബിദ്അത്താണ് അസ്ലല്ല. ഇതൊരു പുത്തംവാദി ഓതിയാ നമ്മൾ എന്താ പറയാ? ഹല്ലോ സീറത്തുൽ ഹൽബിയിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇത് വളരെ മോശാന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് മൗലിദ് നിൽക്കാൻ പാടില്ല. പലപ്പോഴും നമ്മളെ ആലിമീങ്ങൾ പോലും ശങ്കിച്ചു പോകാറുണ്ട്. എന്നാൽ അതിന്റെ അപ്പുറം വരുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ലാകിൻ ഹിയ ബിദ്അത്തുൻ ഹസന, അത് ഹസനായ ബിദ്അത്താണ് സീറത്തുൽ ഹൽബിയിൽ. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ ഒരു ചരിത്രം പറയാണ് وقد جاء القيام عند ذكر اسمه صلى الله عليه وسلم من عالم الأمة ومقتدي الأئمة دينا وبرعا الإمام التقي الدين السبكي رضي الله عنه وتابعه على ذلك مشايخ الإسلام في أسره. ബഹുമാനപ്പെട്ടവർ പറയാണ് മഹാനായ തഖിയുദ്ദീൻ സുബിക്കി റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ വെച്ചിട്ട് ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വാചകങ്ങൾ വന്നു. റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്ന ആ സമയത്ത് മഹാനായ തഖിയുദ്ദീൻ സുബിക്കി റളിയല്ലാഹു അൻഹു ഫഇൻദ ദാലിക, ആ സമയത്ത് ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബിക്കി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. വജമീഉ മൻ ഫിൽ മജ്ലിസി ഫഹസല ഉൻസുൻ കബീറുൻ ബിദാലിക്കൽ മജ്ലിസി. ബഹുമാനപ്പെട്ടവർ നിന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഉള്ളവരൊക്കെ നിന്നപ്പോ ഫഹസല ഉൻസുൻ കബീറുൻ ബിദാലിക്കൽ മജ്ലിസി. സാധാരണ ഒരു സദസ്സെന്ന് എല്ലാവരും എഴുന്നേറ്റുമ്പോൾ വലിയ വിഷയങ്ങളും കോലാഹലങ്ങളും ഉണ്ടാവുമല്ലോ, ആ വിഷയം പോലും അങ്ങനെ കോലാഹലം പോലും ഉണ്ടായി എന്ന് മഹാനായ സീറത്തുൽ ഹൽബിയിൽ ബഹുമാനപ്പെട്ട ഇമാം ഹൽബി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സുന്നത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു സംശയം വരും, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതോ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ബിദ്അത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബിദ്അത്ത് മദ്മൂമത്താണോ മംദൂഹത്താണോ അത് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എതിർക്കുന്നതോ റസൂലുള്ളാഹിന്റെ വിലാദത്ത് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ കുറിച്ചാണ്. എതിർക്കുന്നല്ല, ബിദ്അത്താന്ന് പറഞ്ഞത് പോലും വിലാദത്ത് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതാ. നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ എഴുന്നേറ്റ് നിൽക്കുന്നത്. അസറക്കൽ ബൈത്തു എന്ന് അസറക്ക ബൈത്ത് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളൊക്കെ ആദരിച്ചുകൊണ്ട് റസൂലുള്ളാഹ് നമ്മളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ മദ്ഹിന്റെ ഗീതം വരുമ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. ഫവലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടല്ല. ഇനി അങ്ങനെയായാൽ പോലും തെറ്റല്ല എന്നാണ് ഇയാനത്തു ത്വാലിബിയിൽ പറയുന്നത്. അതുപോലും തെറ്റല്ല എന്നാണ് സീറത്തുൽ ഹൽബിയിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മളെ വഞ്ചിക്കാറുണ്ട്. അതുകൊണ്ട് എന്താണ് ബിദ്അത്ത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ ബേജാറാകണ്ട. ബിദ്അത്ത് മദ്മൂമത്താണോ മംദൂഹത്താണോ അത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഏത് ബിദ്അത്ത് ഇബാറത്ത് കണ്ടാൽ അതിനപ്പുറം മംദൂഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതിനപ്പുറം മദ്മൂമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? മദ്മൂമത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് മാത്രമേ ഉപേക്ഷിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതില്ല. ആര് പറയുന്നു? മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയാണ് അൽ മുഹ്ദസാത്തുൽ അർബാൻ, ബിദ്അത്ത് രണ്ട് വിധമാണ്. അഹദുഹുമാ മാ ഉഹദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹി മിനൽ ഉമൂരിൽ ബിദ്അത്തിൽ ളലാല. ബിദ്അത്ത് മോശം എന്ന് പറയണമെങ്കിൽ ഇഹ്ദാസ് ചെയ്യപ്പെട്ട പുതുതായി വന്ന എല്ലാം ബിദ്അത്ത് എന്നല്ല. മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ, ഈ നാല് ചതുർ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വന്നത് മാത്രമേ ബിദ്അത്ത് എന്ന് പറയാൻ പാടുള്ളൂ. ഫഹാദിഹി മിനൽ ഉമൂരിൽ ബിദ്അത്തിൽ ളലാല, ഇതാണ് ബിദ്അത്ത് മോശപ്പെട്ടത്. എന്നാ വസാനി രണ്ടാമത്തെ ഒരു ബിദ്അത്തുണ്ട്, മാ ഉഹദിസ മിനൽ ഖൈർ, ഖൈറായ നല്ല കാര്യങ്ങൾ പുതുക്കപ്പെട്ടത്. ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദാ, ഈ പറഞ്ഞ നാല് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ നല്ലതായി പുതുക്കപ്പെട്ടതെല്ലാം ഫഹാദിഹി മുഹദ്ദസത്തുൻ ഗൈറു മദ്മൂമ, ഇത് ആക്ഷേപാർഹമല്ലാത്ത ബിദ്അത്താണ്. വളരെ വ്യക്തമായി ബിദ്അത്തിനെ കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. അപ്പൊ ബിദ്അത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറാകേണ്ടതില്ല, അത് മദ്മൂമത്താണ് എന്ന് മനസ്സിലായാൽ മാത്രമേ ബേജാറാകേണ്ടതുള്ളൂ. അപ്പൊ ഇവിടെ ഹദീസും കൂടി ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നുണ്ട്. മൻ അഹദസ ഫീ അംരിന, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. മൻ അഹദസ ഫീ അംരിന, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനിയും ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒക്കെയും വെറുതെ പറഞ്ഞതല്ല, ചില ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. എന്താ ആയിഷ ബീവിന്റെ ഹദീസ്? മൻ അഹദസ ഫീ അംരിന മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ, ഇസ്ലാമിൽ
വിധി കൽപ്പിക്കപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, അത് റദ്ദുൻ, അതാണ് മർദൂദായ ബിദ്അത്ത്. എല്ലാം അങ്ങനെയല്ല എന്ന് വളരെ വ്യക്തമായി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, കുല്ലു ബിദ്അത്തിൽ ദലാലത്താണില്ലേ? അങ്ങനെ നമ്മൾ പ്രസംഗത്തിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ കുല്ലു ബിദ്അത്തിൽ ദലാല, എല്ലാ വാളിന്റെ വായിലന്മാരൊക്കെ പറയുന്നതാണ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിനെ കുറിച്ച് എന്ത് പറയും? മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ വളരെ വ്യക്തമായി പറയാൻ, വഹലിൽ ഇത്തിമാഉ ലിൽ ബിദ്അൽ മുബാഹത്തി ജായിസുൻ. ഒരോട് ചോദ്യമാണ്, അനുവദനീയമായ ബിദ്അത്തിന് വേണ്ടി ഒരുമിച്ച് കൂടൽ അനുവദനീയമാണോ? ജവാബുഹു, അതിന്റെ ഉത്തരം, ഖാലൽ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ, അൽ ബിദ്അത്തു ഫീലു മാ ലം യുഹദ് ഫീ അഹ്ദിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി പറഞ്ഞാൽ, ലഗവീപരമായി പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് അറിയപ്പെടാത്തതെന്ന് പറയാം. പക്ഷെ റസൂലുള്ളാഹിന്റെ കാലത്ത് അറിയപ്പെടാത്തത് കൊണ്ട് മോശാവോ? ഇല്ല. വതൻഖസിമു ഇലാ ഖംസത്തി അഹ്കാമിൻ, അത് 5 വിധികൾ ഉണ്ടാകുന്നത് പോലെ 5 രൂപത്തിലേക്ക് ഇത് ഖിസ്മാകും. ഒന്ന് യഅനി അൽ വുജൂബ്, ഒന്ന് നിർബന്ധം, വന്നദ്ബ് സുന്നത്ത്, ഇങ്ങനെ 5 വിധികളും വരും. എന്നിട്ട് പറയാ, അപ്പൊ ഇതെങ്ങനെയാ? നിർബന്ധാണോ, സുന്നത്താണോ, ഹറാമാണോ, കറാഹത്താണോ, മുബാഹാണോ എന്നെങ്ങനെ മനസ്സിലാക്കുക? വതരീഖു മഅരിഫത്തി ദാലിക, ഇതിനെനിക്ക് അറിയണമെങ്കിൽ അൻ തുഅരിൽ ബിദ്അത അലാ ഖവാഇദി ശർഈ ഫീ അയ്യി ഹുക്മിൻ ദഖലത് ഫീഹി ഫഹിയ മിൻ. ഇത് നല്ല ബിദ്അത്താണോ, മോശപ്പെട്ട ബിദ്അത്താണോ, ഇത് ഹറാമായ ബിദ്അത്താണോ, കറാഹത്തായ ബിദ്അത്താണോ, എങ്ങനെയാണ് മനസ്സിലാക്കുക? നീ ഇത് ശർഇന്റെ ഖായിദകൾ വെച്ച് ഇതിനെ വിലയിരുത്തണം. എന്നിട്ട് ശർഇന്റെ ഖായിദയിൽ അനുകൂലമായി വന്നതാണ്, ആ അനുകൂലം വന്നു തന്നെ നിർബന്ധിതമായ ഘട്ടത്തിൽ വന്നതാണോ എന്ന ബിദ്അത്ത് നിർബന്ധമായ ബിദ്അത്താണ്. ഇനി സുന്നത്തായ നിലക്ക വന്നത്, ആ ബിദ്അത്തിന്റെ പേര് സുന്നത്തായ ബിദ്അത്താണ്. ഇങ്ങനെ 5 രൂപത്തിലേക്ക് അത് ഖിസ്മാകും. ഫമിനൽ ബിദ്അൽ വാജിബ, നിർബന്ധമായ ബിദ്അത്താണ് തഅല്ലുമുൻ നഹ്വി അല്ലദീ യുഫ്ഹമു ബിഹിൽ ഖുർആൻ വസുന്ന. നഹ്വ് പഠിക്കുക, തഅല്ലുമുൻ നഹ്വി അല്ലദീ യുഫ്ഹമു ബിഹിൽ ഖുർആൻ വസുന്ന. ഖുർആനും സുന്നത്തും പഠിക്കണമെങ്കിൽ നഹ്വ് അനിവാര്യമാണ്. അത് നിർബന്ധമായ ബിദ്അത്താണ്. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇതുപോലെ കിതാബെന്ന് വെച്ച് ഓതുന്ന പ്രക്രിയ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് നല്ല ബിദ്അത്താണ്, നിർബന്ധമാണ്. മാത്രമല്ല വമിനൽ ബിദ്അൽ മുഹറമതി, ബഹുമാനപ്പെട്ട് പറയാണ്, ഹറാമായ ബിദ്അത്തിന്റെ ഉദാഹരണം നഹ്വുൽ മദ്ഹബുൽ ഖദരിയ്യതി, ഖദരിയാക്കളുടെ വിശ്വാസം, ഖദറിന്റെ വിശ്വാസം ഒക്കെ അറിയാണല്ലോ. ഇങ്ങനെ ഖദരിയായ വിശ്വാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പലപ്പോഴും ഖദരിയാക്കൾ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിശ്വാസം ഹറാമായ ബിദ്അത്താണ്. വമിനൽ ബിദ്അൽ മന്ദൂബത്തി, സുന്നത്തായ ബിദ്അത്തിന്റെ ഉദാഹരണം ഇഹ്ദാസു നഹ്വിൽ മദാരിസി വൽ ഇത്തിമാഇ ലിസലാത്തി തറാവീഹി, മദ്രസകൾ ഉണ്ടാക്കൽ, തറാവീഹിന്റെ നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകമായി ഒരുമിച്ചുകൂടൽ, ഇതൊക്കെയും അനുവദനീയമായ ബിദ്അത്താണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, വമിനൽ ബിദ്അൽ മുബാഹ, അനുവദനീയമായ ബിദ്അത്ത് അൽ മുസാഫഹതു ബഅദ സ്വലാ, നിസ്കാരങ്ങൾക്ക് ശേഷം എല്ലാവരും കൈ കൊടുക്കുക, അത് അനുവദനീയമായ ബിദ്അത്താണ്. എന്നിട്ട് വമിനൽ ബിദ്അൽ മക്റൂഹ, കറാഹത്ത ബിദ്അത്തിന്റെ ഉദാഹരണം സുഖ്റുഫത്തുൽ മസാജിദ് വൽ മസാഹിഫി, പള്ളിയും അതുപോലെ തന്നെ മുസഹഫൊക്കെ അനുവദിക്കുന്നതിനപ്പുറം പ്രത്യേകമായി മോടി പിടിപ്പിക്കുക. സ്വർണ്ണമല്ലാത്തതുകൊണ്ട് മോടി പിടിപ്പിക്കുക. സ്വർണം കൊണ്ട് മോടി പിടിച്ചാലോ വഇല്ല ഫഹിയ മുഹറമ, സ്വർണം കൊണ്ടാണ് മോടി പിടിച്ചെങ്കിൽ അത് ഹറാം എന്ന് പറയേണ്ടി വരും. അല്ലാതെ മോടി പിടിക്കണമെങ്കിൽ കറാഹത്തുമാണ്. എന്നിട്ട് ബഹുമാനോട് പറയാണ്, അപ്പൊ കുല്ലു ബിദ്അത്തുൻ ദലാല എന്ന് പറഞ്ഞ ഹദീസോ, അതാ സാധാരണ എല്ലാ പുത്തംവാദികളും ഓതാറുള്ളത്. കുല്ലു ബിദ്അത്തുൻ ദലാല, എല്ലാ ബിദ്അത്തുൻ ദലാലത്താണെന്നല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ ലാഹിർ അങ്ങനെയല്ലേ? എന്നാൽ അതിന്റെ ലാഹിർ കൊണ്ടല്ല അർത്ഥം വെക്കേണ്ടത്. വഫിൽ ഹദീസി, ഹദീസിലുണ്ട് കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്ന് ഹദീസിലുണ്ടല്ലോ. ഫഹുവ മഹ്മൂലുൻ അലൽ മുഹറമതി ലാ ഗൈരി, അത് ഹറാമാണെന്നതിന്റെ മേൽ മാത്രം ചുമത്തണം, അതല്ലാത്തതിൽ ചുമത്തിക്കൂടാ. കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞാൽ കുല്ലു ബിദ്അത്തിൻ ദലാലത്തിൻ മുഹറമ എന്ന് തന്നെ പറയണം. അങ്ങനെ മാത്രം പറഞ്ഞാൽ മാത്രമേ ഹദീസിന് അങ്ങനെ മാത്രമേ അർത്ഥം പറയാൻ പാടുള്ളൂ. അല്ലാതെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശറഇന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയെങ്കിലും കുല്ലു ബിദ്അത്തുൻ ദലാല എന്ന് പറയുമ്പോൾ അത് ബിദ്അത്ത് മുഹറമത്താണോ, മദ്മൂമത്താണോ, അല്ല മുസ്തഹ്സനത്താണോ, മംദൂഹത്താണോ, ഇത് ചോദിക്കണം. അല്ലാതെ ആരെങ്കിലും ബിദ്അത്ത് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ബേജാറാകേണ്ടതില്ല. ഒരുപാട് ബിദ്അത്തിനെ കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകൾ മഹാന്മാരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ബിദ്അത്ത് കക്ഷികളോട് ചോദിക്കേണ്ടതാണ്. റസൂലുള്ളാഹിന്റെ കാലത്തല്ലാത്തതെല്ലാം ബിദ്അത്താന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ബിദ്അത്താക്കേണ്ടി വരും? വിശുദ്ധമായ ഖുർആൻ ഈ രൂപത്തിൽ ഒരുമിച്ച് വിട്ടത് ആരാണ്? മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ബഹുമാനപ്പെട്ടവരെന്നെ പറയുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്,
ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു പറയാണ്, ഒരു ദിവസം യമാമ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഖുറാകളൊക്കെ മരിച്ചുപോയപ്പോ വഫാത്തായപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ വിളിക്കാൻ വേണ്ടി ആളെ അയച്ചു. ഞാൻ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സദസ്സിലേക്ക് പോയി. അവിടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് ഉമർ പറയുന്നുണ്ട്, വിശുദ്ധമായ ഖുർആനിനെ അതൊരു 7 രൂപത്തിൽ ഒരുമിച്ച് കൂട്ടണം. അപ്പോ ഞാൻ ഉമറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അരികിലിരുത്തിക്കൊണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു ലി ഉമറ, ഉമർ റളിയല്ലാഹു അൻഹു മുസാഫിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, കൈഫ നഫ്അലു ശൈഅൻ ലം യഫ്അലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം ദീനിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇത് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ പുത്തൻവാദികൾ ചോദിക്കുന്ന പോലെ സ്വഹാബത്ത് ചെയ്യാത്തത് റസൂലുള്ള ചെയ്യാത്തത് എങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവരോട് നമുക്ക് പറയാനുള്ള മറുപടി, ഈ തുടക്കം ഈ മഹത്തായ കാര്യം ചെയ്യാ എന്ന് ഞങ്ങളോട് പറഞ്ഞത് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്നോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഞാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അങ്ങോട്ട് പറയാണ്, കൈഫ നഫ്അലു ശൈഅൻ ലം യഫ്അലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ചെയ്യാത്ത നമ്മൾ എങ്ങനെ ചെയ്യും? ഖാല ഉമർ, അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞ മറുപടി, വല്ലാഹി ഹാദാ വല്ലാഹി ഖൈർ, ഇത് നല്ലതാണ് സിദ്ദീഖ് തങ്ങളെ, അതുകൊണ്ട് ചെയ്യണം. പക്ഷേ അപ്പോഴും എനിക്കത് ബോധിച്ചില്ല. പുതിയ കാര്യം ഉണ്ടാക്കലാന്ന് പറഞ്ഞു പോകുമോ, ബിദ്അത്ത് അതിനെ കൂട്ടുന്നവരായി നമ്മൾ മാറിപ്പോകുമോ എന്ന് പലപ്പോഴും ഞാൻ ശങ്കിച്ചു പോയി. പക്ഷേ ഒരുപാട് ചിന്തിച്ചു എനിക്ക് മനസ്സിലായി, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കാമെന്ന് എനിക്ക് മനസ്സിലായി. ഫലം യസൽ ഉമർ യുറാജിഅനി, പലപ്പോഴും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കാര്യം എന്നോട് തുടർന്ന് കണ്ടിന്യൂ ആയി പറഞ്ഞപ്പോ ഹത്താ ശറഹല്ലാഹു സദ്രി ലിദാലിക്, എനിക്കും ഈ കാര്യം ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ മുസഹഫിന്റെ ഏറ്റവും നല്ല ഇതിന് 7 രൂപത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന ഏറ്റവും നല്ല പ്രക്രിയയ്ക്ക് ഞാൻ തുടക്കം കുറിച്ചു എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരാണ് ഇത്തരം ബിദ്അത്തുകൾക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതെല്ലാം ചെയ്യുന്നവർ ഈ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് എഴുതുന്ന ആളുകൾ, അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ പുറത്തു പോവുകയാണെങ്കിൽ ആദ്യമായി ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇസ്ലാമിക വൃത്തത്തിലേക്ക് കടന്നു വന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത്. മുബ്തദീൻ ആദ്യം മുദ്ര കുത്തേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതിന് ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ നമുക്ക് നമ്മളെയൊക്കെ പറയാം. അപ്പൊ ഈ വിഷയമൊന്നും പറയാതെ മാത്രമല്ല, ഞാൻ സാന്ദർഭികവശാൽ പറയാൻ, റസൂലുള്ളാഹിന്റെ കാലത്തല്ല ഇല്ലാത്തതെല്ലാം ചെയ്തുകൂടാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ധൈര്യസമേതം ചോദിക്കാം, നിങ്ങളുടെ ജുമുഅക്ക് നിങ്ങളുടെ ഖുതുബ ഭാഷണത്തിൽ ഖതീബ് ദുആ ചെയ്യുന്നു, അത് കേട്ട് നിങ്ങളുടെ പ്രസംഗം കേട്ട നിങ്ങളുടെ ഖുതുബക്ക് ഹാജരായ ജുമുഅക്ക് ഖുതുബക്ക് വന്ന മൗമൂമികൾ അല്ലെങ്കിൽ സാമിയങ്ങൾ ആമീൻ പറയുന്നു. ചരിത്രത്തിൽ അങ്ങനെ ഒരു ഹദീസ് ചരിത്രമുണ്ടോ? അതിനപ്പുറം അങ്ങനെ ഒരു ഹദീസ് കൊണ്ടുവരാൻ ഈ വിദേശ കക്ഷികൾക്ക് സാധിക്കോ? ഇല്ല. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ റസൂലുള്ളാഹി ഇയ്യാത്തൊന്നും ചെയ്തുകൂടാന്ന് പറയണമെങ്കിൽ നിങ്ങൾ തന്നെ അത് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഉത്തരക്കാരും അവരെ ചോദ്യാർത്ഥാക്കളോ അങ്ങനെ ആകരുത്. ചിലപ്പോൾ ചോദ്യം നമ്മൾ അങ്ങോട്ടും കൊടുക്കേണ്ടി വരും. ഈ ഒരു സംഭവത്തിന് തെളിവ് എന്താണ്? റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹി 23 വർഷക്കാലം ഈ സമുദായത്തിന് നിസ്കാരവും നോമ്പും ആരാധന കർമ്മങ്ങളും മുഴുവനും പഠിപ്പിച്ചിട്ട് ഖുതുബയിൽ ഇതുവരെ റസൂലുള്ളാഹി ദുആ ചെയ്തിട്ട് കേൾക്കുന്ന സമയങ്ങൾ ആമീൻ പറയും ചെയ്ത ഏതെങ്കിലും ഒരു സംഭവമെങ്കിലും പറയാൻ പുത്തൻവാദികൾക്ക് ധൈര്യമുണ്ടോ? പറയാൻ കഴിയില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ. പോട്ടെ, എന്നാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ ഖുതുബ നടത്തിയിട്ടില്ലേ? ജുമുഅ നടത്തി തന്നിട്ടില്ലേ? ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരുടെ പള്ളിയിലും ചെയ്യുന്നില്ലേ? എല്ലാ വിഭാഗത്തിന്റെ പള്ളിയിൽ അത് കണ്ടിന്യൂ ആയി ചെയ്തു പോകുന്നുണ്ട്, ഒരു സംശയമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബ പഠിപ്പിച്ചിട്ടില്ലേ? അവരാരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഖുലഫാഉൽ അർബഅ ചെയ്തിട്ടില്ല. അതിനുശേഷമുള്ള ഏതെങ്കിലും ഒരു സംഭവം തെളിയിക്കാൻ വിദഗ്ധകൾക്ക് സാധിക്കൂല. പിന്നെ എന്താ അവിടെ തെളിവ്? എന്താ തെളിവ്? അത് റസൂലുള്ളാഹി ചെയ്തിട്ടില്ലെങ്കിലും വല്ലാഹി ഖൈർ, ഹാദാ വല്ലാഹി ഖൈർ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പഠിപ്പിച്ചു തന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നിട്ട് അവർ പഠിപ്പിച്ചു, ഇത് 4 പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ബിദ്അത്താണ്. അങ്ങനെ ചില കൈതുകൾ നൽകിക്കൊണ്ട് മഹാന്മാര് പറഞ്ഞു, ഇത് ഖൈറായതുകൊണ്ടും പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്തത് കൊണ്ടും ചെയ്യാൻ പറ്റും. പിന്നെന്താ പ്രശ്നം?
അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ബിദ്അത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ബേജാറാകേണ്ടതില്ല. മഹാന്മാരൊക്കെയും ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് മദ്മൂമത്താണോ മംദൂഹത്താണോ എന്ന് നോക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെയാണ് നബിദിനോ. ഇപ്പൊ നബിദിനാണല്ലോ വരുന്നത്. ഇപ്പം എല്ലാ തലങ്ങളിലും പുത്തൻവാദികൾ പ്രസംഗിക്കാൻ തുടങ്ങും. നബിദിനം ബിദ്അത്താണ്, എത്രയോ കിതാബ് ഉദ്ധരിക്കാൻ കഴിയും. അതിന്റെ അപ്പുറം ലാകിന്നഹ ഹസന, അത് നല്ല ബിദ്അത്താണ് എന്ന് പറയുന്നുണ്ട്. അത് ഉദ്ധരിക്കൂല. ഇപ്പം പറഞ്ഞല്ലോ മൗലിദിന്റെ ഇടയിൽ നിൽക്കൽ ബിദ്അത്തുല്ല അസ്ലലഹ എന്നാ സീറത്തുൽ നബി പറയുന്ന അസ്ലില്ലാത്ത ബിദ്അത്താണ്. എന്നിട്ടോ വലാകിൻ ബിദ്അത്തുൻ ഹസനത്തുൻ അതിന്റെ അപ്പുറം പറയുന്നുണ്ട്. ഇത് ഉദ്ധരിക്കൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിദ്അത്താണ് കേൾക്കുമ്പോൾ ബേജാറാകേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ തന്നെ വിലയിരുത്താനും അത് ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിഷയം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നേരത്തെ ബഹുമാനപ്പെട്ട സലീം ഉസ്താദിന്റെ വിശ്വാവതനത്തിന്റെ അവസാനം ഇർത്തഖബത്ത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എല്ലാവരും വഞ്ചിക്കുന്ന ഒരു ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ ഇർത്തഖബത്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദാദ് ലാക അസ്കു ഫീഹിയ സയ്യിദി ഖൈറുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി ബോധിക്കാൻ, ലാക അസ്കു ഫീഹിയ, നബിയെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി നബിയെ, അതുകൊണ്ട് അത് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് അങ്ങൊന്ന് ശുപാർശ ചെയ്യണം നബിയെ എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൗലിദ് ചൊല്ലിക്കൊണ്ട് നമ്മളൊക്കെ പറയാൻ. അത് പറഞ്ഞതാരാ? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുടക്കം കുറിച്ച്. ഈ ബൈത്തല്ലാത്ത ബാക്കിയൊക്കെ ബൈത്തും നമ്മൾ അയാസാനബയും അതുപോലെയുള്ള എല്ലാ ബൈത്തും വളരെ വ്യക്തമായി ഖസായിസുൽ കുബ്രയും അൽ ബിദായത്തു വന്നഹയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഈ ബൈത്തിലുള്ളത് ചിലത് ബഹുമാനപ്പെട്ടവരൊക്കെ കൂട്ടിയിട്ട് പ്രമാണങ്ങൾക്കനുസരിച്ച് ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കിയതാണ്. അതിലൊരു പ്രമാണമാണ് പലപ്പോഴും ഈ ബുദ്ധംവാദികൾ ചോദ്യം ചെയ്യാറുള്ളത്. എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദോഷം പൊറുപ്പിക്കാൻ വേണ്ടി പറയാൻ പറ്റുമോ എന്നാണ് എല്ലാവർക്കും സംശയം. എന്നാൽ വിശുദ്ധമായ ആയത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ ദോഷം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. അതിലൊരു സംശയമില്ല. ഏതായത്ത്? വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. എന്താ ഖുർആൻ പറയുന്നത്? വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക, നബിയെ തെറ്റ് ചെയ്തവർ ജാഊക അങ്ങയുടെ അടുക്കൽ വരും, ഫസ്തഗ്ഫിറുല്ലാ എന്നിട്ട് അല്ലാഹുവിനോട് അങ്ങയുടെ അടുക്കൽ വെച്ച് അവർ പൊറുക്കലിനെ ചോദിക്കും, വസ്തഗ്ഫറ ലഹുമുർ റസൂലു അവർ മാത്രം ചോദിച്ചാൽ പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം, പൊറുക്കലിനെ തേടണം. എന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തവ്വാബായി അവരെ സ്വീകരിക്കും, അവർക്ക് തൗബ കിട്ടും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാ പുത്തംവാദികൾ അംഗീകരിക്കുന്ന ആളാണ്, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനും കൂടിയാണ്. ബഹുമാനപ്പെട്ടവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ഒരുപാട് വിഷയങ്ങൾ എഴുതിയ ആളാണ്. ഇബ്നു തൈമിയ്യയുടെ എല്ലാ മോശപ്പെട്ട ആശയങ്ങളും കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ പലപ്പോഴും അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണിത്. ബഹുമാനപ്പെട്ട പറയാൻ ഈ ആയത്ത് എന്താ പഠിപ്പിക്കുന്നത്? യുർശിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ നിസ്യാൻ അൻ യഅതു ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദ. ഏതെങ്കിലും ആളുകളല്ല, ചില ആളുകൾ പറയാറുണ്ട് റസൂലുള്ളാഹിനോട് ഇത് പ്രവർത്തിച്ച മുനാഫിക്കുകൾക്ക് അപ്പുറത്തായി പറഞ്ഞേ, മുനാഫിക്കുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അല്ല, ഏത് ദോഷികളും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാ ഈ ആയത്ത് യുർസിദു തആല അൽ ഉസാത വൽ മുദ്നിബീന എല്ലാ തെറ്റുകാരോടും ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ നിസ്യാൻ അവരിൽ നിന്ന് തെറ്റ് വന്നാൽ, റസൂലുള്ളാഹിനുള്ള തെറ്റ് മാത്രമല്ല ഏത് തെറ്റും, അൽ ഖതഉ വൽ നിസ്യാൻ ഏത് തെറ്റും വന്നാൽ അൻ യഅതു ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ റസൂലുള്ളാഹിന്റെ അരികിൽ പോകണം. എന്നിട്ടോ ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ചിട്ട് റസൂൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അല്ലാഹുവിനോട് പറയണം. നേരെ പറഞ്ഞാ പോരെ? സാധാരണ ചോദിക്കാറുണ്ട്, പോരെ. ഖുർആനാ പറയുന്നത് ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദ ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്ന ഖുർആനിന്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും അങ്ങനെ അല്ലാഹുവിനോട് പറഞ്ഞാൽ മാത്രം പോരാ, വയസ്അലൂഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അവർ ചോദിക്കണം അൻ യസ്തഗ്ഫിറ ലഹും അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി, അല്ലാഹുവിനോട് പറയാൻ വേണ്ടി. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക
ഇതവർ ചെയ്താൽ താബല്ലാഹു അലൈഹിം വറഹിമഹും വഗഫറ ലഹും വലിദാ ഖാല ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അങ്ങനെ ചെയ്താൽ തൗബ കിട്ടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ പിന്നീട് ഒരു ചോദ്യം വരുന്നുണ്ട്, അത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തല്ലേ? ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ബാധകമാണോ? പലപ്പോഴും വിദയി കക്ഷികൾ സംവാദ സ്റ്റേജുകളിലൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്, ഇത് വഫാത്തിന് ശേഷം ബാധകമാണോ? ഇത് വളരെ വ്യക്തമായി മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാൻ അതിനുശേഷം ഒരു സംഭവം ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുന്നുണ്ട്. ഇത് വഫാത്തിന് ശേഷം ബാധകമല്ലേ? ആണ്. എന്താ അതിന്റെ തെളിവ്? അതിനുശേഷം ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു, ഇമാമുൻ മാബർദി റളിയല്ലാഹു അൻഹു പോലെയുള്ള മുൻകാല മഹത്തുക്കൾ ഉദ്ധരിച്ചൊരു സംഭവം, വളരെ പ്രശസ്തമായ ഒരു സംഭവം. വഖദ ദക്കറ ജമാഅത്തും മിൻഹും അശ്ശൈഖ് അബു നസർ ഇബ്നു സ്വബ്ബ എന്നെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഈ ആയത്തിന്റെ ചുവടെ കൊണ്ടുവരികയാണ്. എന്താ സംഭവം? ഒരു അഅറാബിയായ മനുഷ്യൻ, ഫജാ അഅറാബിയുൻ, റുതുബിയെ തൊട്ട് ഉദ്ധരിക്കുന്ന സംഭവം. قال كنت جالسا عند قبر النبي صلى الله عليه وسلم فجاء أعرابي وقال السلام عليك يا رسول الله سمعت الله يقول ولو أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അല്ലാഹുവിന്റെ നബിയെ, അങ്ങയുടെ ഖുർആനിൽ ഞാനൊരു ആയത്ത് കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഹുജറത്തു ശരീഫയിൽ വന്നിട്ട് അഅറാബി ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഖുർആനിൽ ഞാനൊരായത്ത് കേട്ടിട്ടുണ്ട്. ഏതായത്ത്? വലു അന്നഹും യളമു അൻഫുസഹും ജാഊക. ഇത് നമ്മൾ സമത്തയുടെ ആളുകൾ ഉണ്ടാക്കിയതാണ്, സമത്തക്കാർ ഉണ്ടാക്കിയ ആയത്താണിത്. വഫാത്തിന് ശേഷം എന്ന് പറയണ്ട. ഇത് മാബർദി റളിയല്ലാഹു അൻഹു, ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒരുപാട് ആളുകൾ ഉദ്ധരിച്ച സംഭവം. അതിനു പുറമെ അതിന് മുന്നേയുള്ള പണ്ഡിതന്മാരെ തൊട്ടാണ് ബഹുമാനപ്പെട്ടവരൊക്കെ ഉദ്ധരിക്കുന്നത്. മാത്രമല്ല അവർ ഉദ്ധരിക്കുന്നതോ ഒരു അഅറാബിയായ ഒരു മനുഷ്യനെ തൊട്ട്. അപ്പൊ അന്നേ അത് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടോ ആ ആയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരാനാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ എന്റെ ദോഷം പൊറുപ്പിക്കാനാണ് നബിയെ. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിനോട് അങ്ങ് ശുപാർശകനായി എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ് നബിയെ ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാട്ടുപാടി. സുമ്മ അൻശ യഖൂൽ യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അളുമുഹു ഫത്വാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു എന്ന് പറയുന്ന മദ്ഹിന്റെ റസൂലുള്ളാഹിനെ പുകഴ്ത്തുന്ന ഒരു പാട്ട് ആ അഅറാബി വര്യം പാടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ഈ അഅറാബിയുടെ സംഭവം തെളിവാണോ എന്ന് ചോദിക്കും. ഇവിടെ അഅറാബിയുടെ സംഭവം സ്വഹിയാണോ അല്ലേ നമുക്ക് വേറെ ചർച്ചയാണ്. അതിനൊക്കെ പുറമെ മനസ്സിലാക്കേണ്ടത് ഖുർആനിനെ വിശദീകരിക്കേണ്ട ആരാ? മുഫസ്സിറുകളാണ്. അതിപ്പോൾ ആർക്കും തർക്കമില്ല. മുമ്പ് മുജാഹിദുകൾക്ക് അതിനെ എതിർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ മുഫസ്സിറുകളാ പറയേണ്ടതെന്ന് അവർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ പറയേണ്ടി വന്നു, കാരണം പിടിച്ചിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഖുർആനിനെ വിശദീകരിക്കേണ്ടത് മുഫസ്സിറുകളാണ്. ആ മുഫസ്സിറുകൾ ഈ സംഭവത്തെ എന്തിനായി ഈ ആയത്തിന്റെ ചുവടെ കൊണ്ടുവന്നത്? ഈ സംഭവം സ്വഹിയാണോ അല്ലേ എന്ന് മറ്റൊരു ചർച്ച നമുക്ക് പിന്നെ പറയാം. അത് സ്വഹിയാണോ നമുക്ക് വേറെ തെളിയിക്കുകയോ എന്തോ ചെയ്യുക, അത് വേറൊരു കാര്യം. എന്നാൽ എന്തിനാണ് ഈ ഹദീസ്, ഈ ആയത്തിന്റെ ചുവടെ ഈ സംഭവത്തെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കൊണ്ടുവന്നത്? ഇത് വഫാത്തിന് ശേഷവും ബാധകമാണ് എന്നറിയിക്കാനാണ്. ഇല്ല, ഈ സംഭവം കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മാബർദി റളിയല്ലാഹു അൻഹു, ഇതുപോലെയുള്ള എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ച സംഭവമാണ് ഈ ആയത്ത്. അതിന് ബാധകമാണ്. ഹജ്ജിന് പോയ ആളോട് സിയാറത്ത് ചെയ്യുമ്പോൾ എന്താ ചോദിക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് ഈലാഹിൽ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു, ശർഹുൽ മുഹദ്ദബിൽ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെയൊക്കെ പറയുന്നുണ്ട് ഈ സംഭവത്തെ ഉദ്ധരിച്ച് ഇതുപോലെയാ ചോദിക്കേണ്ടത്. ഇപ്പോൾ വഫാത്തിന് ശേഷം അത് ബാധകമാണ് എന്ന് മുഫസ്സിറുകളും മുഹദ്ദിസുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മനസ്സിലാക്കിയവരിലും യഥാർത്ഥം ഉൾക്കൊള്ളുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ അതിന്റെ ഇർതഖബത്ത് പറയുക മാത്രം, ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ലക അസ്കു എന്ന സംഭവം ഇമാം ബുഖാരി തന്നെ പലപ്പോഴും പല സ്വഹാബി വര്യന്മാരും പല വിഷമങ്ങൾ ഉണ്ടായപ്പോൾ ഹലക്കത്തിൽ ഇയാൽ പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിനോട് വന്നിട്ട് ലക അസ്കു എന്ന് പറഞ്ഞിട്ട് നബിയെ അങ്ങയിലേക്ക് ഞങ്ങൾ പരാതി ബോധിപ്പിക്കുന്നു എന്ന ഒരുപാട് സംഭവങ്ങൾ മഹാനായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുള്ളയൊക്കെയും അവിടുത്തെ സ്വഹീഹുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് മാത്രമല്ല, അത് പ്രമാണങ്ങൾ തെളിയിക്കുന്നതാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനെ ഹഖായി ബോധിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സമയം വളരെ കുറഞ്ഞുകൊണ്ട് നടത്തുകയാണ്. മൗലിദിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ ചോദ്യത്തിൽ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിനനുസൃതമായി പറയും. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഹാഷിം തങ്ങൾ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരോടുകൂടൊപ്പം അല്ലാഹു
ജന്നാത്തുൽ നഈമിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരുപാട് നമുക്ക് നേതൃത്വം നൽകിയ വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട തങ്ങർവൾ, നമ്മുടെ കാളിയൊക്കെയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഒരു അനുസ്മരണം ഇൻഷാ അല്ലാഹ് കോയോട് വെച്ചിട്ട് ഈ വരുന്ന വ്യാഴാഴ്ച, മറ്റന്നാൾ വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം നടക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നന്മയോട് സഹകരിക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ചോദ്യം ചോദിക്കുമ്പോൾ കുറച്ചൊരു ഉഷാറുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ചോദ്യം. ഇപ്പോൾ പിരിയുന്നതിന് മുമ്പ് 1 മിനിറ്റ് പ്രസംഗിക്കാനല്ല, ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നുമില്ല. ഈ പരിപാടി തുറന്ന സംവാദം എന്ന പേരിലുള്ള സൗഹൃദ സംവാദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബക്കറ്റ് പിരിവിലൂടെ 3350 രൂപ തന്ന് സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും സഹായം ആരെങ്കിലും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെക്രട്ടറിയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. 2:30 മണിക്ക് നമുക്ക് പരിപാടി പുനരാരംഭിക്കും ഇൻഷാ അല്ലാഹ്. ഈ സംവാദവേദിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ കേരളത്തിൽ റബീഉൽ അവ്വൽ പിറക്കുമ്പോൾ അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ സാധാരണ